ഹലോ, അപ്പോൾ കല്യാണ വീട്ടിൽ നിന്നൊക്കെ വന്നു. കല്യാണമൊക്കെ കഴിഞ്ഞ് ഞങ്ങളിത് തിരിച്ച് വീണ്ടും ഞങ്ങളുടെ കസിൻ്റെ വീട്ടിൽ വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഈ കല്ലൂസ് നല്ല ഉറക്കമാണ്. ആൾക്ക് മേല നല്ല കോൾഡൊക്കെ ആയിരുന്നല്ലോ, നല്ല ചുമയൊക്കെ ആയിരുന്നല്ലോ. അപ്പം ഇവിടുത്തെ ആൻറ്റി ഒന്നും ഇവിടെ ഇല്ല കേട്ടോ. ആൻറ്റിയുടെ മോളുടെ കൂടെ അവിടെയാണ്, വെളിയിലാട്ടോ, UK അപ്പം ആൾ മാത്രമേ ഉള്ളൂ ഇവിടെ. അപ്പോൾ ഞങ്ങൾ ഒരു കാപ്പി ഇട്ട് കുടിക്കാൻ നിർത്തി. ഇവിടെ തന്നെ അവരുടെ പറമ്പിൽ തന്നെ ഉണ്ടായ കാപ്പിക്കുരു പൊടിച്ച് ഉണ്ടാക്കുന്ന കാപ്പി കേട്ടോ, സ്പെഷ്യൽ കാപ്പിയാണ്. അപ്പോൾ നമുക്ക് കാപ്പി ഉണ്ടാക്കാം. അപ്പോൾ എന്നെ കൂട്ടാതെ അവിടുത്തെ പോയി ഇരിപ്പുണ്ട് കേട്ടോ. പിന്നെ വെള്ളമൊക്കെ എടുത്ത് ഇവളെ ഒന്ന് സെറ്റാക്കിയിട്ട് പോകാനൊന്ന് കരുതിക്കൊണ്ടാട്ടോ. അവൾക്ക് നല്ല ചുമയാണ്. അപ്പം ഞങ്ങൾ കാണിക്കാൻ പോവാ. ബോബിട്ട് ഓക്കെ, വേണ്ട, തന്നെത്താനങ്ങ് വെച്ചാൽ മതി. പോ, ഇച്ചിരി കട്ടൻ കാപ്പി ഉണ്ടാക്കാൻ പോവാ. തോട്ടത്തിലുണ്ടായ കാപ്പി ഇത് പൊടിച്ച് ഉണ്ടാക്കിയ കാപ്പിയാണ്. ഇച്ചിരി കടുപ്പത്തിൽ കുടിക്കാം അല്ലേ? ഒത്തിരി കടുപ്പാണ്. നല്ല പൊടിയായതുകൊണ്ട് കടുപ്പം കൂടുതലായിരിക്കും, കുറച്ചിട്ടാൽ മതി. അതിനോട് വെച്ചപ്പോ ഞാൻ പറഞ്ഞില്ലായിരുന്നു. കല്യാണം എങ്ങനെ ഉണ്ടായിരുന്നു? സെറ്റ് കല്യാണം. ഞാൻ ഇന്നലെ ഇങ്ങനത്തെ കല്യാണം കൂടിയതായിട്ട് എൻ്റെ ഓർമ്മയിലില്ല. ചെറുപ്പത്തിലുണ്ടാവും, നല്ല നാടൻ രീതിയിലെല്ലാം വീട്ടിൽ തന്നെ വെച്ച പരിപാടികളാണ്. സെറ്റായിരുന്നു, എനിക്കിഷ്ടപ്പെട്ടു. എല്ലാവരും വേണ്ട, ഇവിടെയുള്ള ആൾക്കാരും പിന്നെ പ്രത്യേകിച്ച് പറയാനില്ല കേട്ടോ. ഭയങ്കര സ്നേഹമാണ്, പറയാതിരിക്കാൻ പറ്റത്തില്ല. എല്ലാവർക്കും ഭയങ്കര ജാടയില്ലാത്ത മനുഷ്യരാണ്. അത് തന്നെ, സാധാ മനുഷ്യർ, പച്ചയായ മനുഷ്യർ എന്നൊക്കെ പറയുന്ന പോലെ വയനാട്ടുകാർ പറയാതിരിക്കാൻ പറ്റത്തില്ല. അതിഥി ദേവോ ഭവ എന്നൊക്കെ പറയുന്നത്. ആളില്ലാത്ത വീട്ടിൽ കയറി കാപ്പി ഇട്ട് കുടിക്കുന്നുണ്ട്. അതും കട്ടൻ കാപ്പി. ആളില്ലാത്ത വീട്ടിൽ കയറി കട്ടൻ കാപ്പി. ജോണിച്ചേട്ടാ കേൾക്കണ്ട. ജോണിച്ചേട്ടായി കേൾക്കണ്ടെന്ന്. എന്ത് ആളില്ലാത്ത വീട്ടിൽ കയറി എന്നൊക്കെ പറഞ്ഞു. അതന്നെ പറഞ്ഞേച്ച് പോയതാ കാപ്പി ഉറപ്പിച്ച് കുടിച്ചോളാം. അപ്പോൾ നല്ല അടിപൊളി വെടിച്ചിൽ കാപ്പിയാണ് കേട്ടോ. രാവിലെ ഞാനിതൊരു ഗ്ലാസ് കുടിച്ചു. അതാ എനിക്ക് ഇത്രയും ഞാൻ ഇതിനെ പുകഴ്ത്തി പറഞ്ഞുകൊണ്ടിരുന്നത്. നല്ല അടിപൊളി സൂപ്പർ കാപ്പിയാണ്, ഇഷ്ടപ്പെട്ടു. ഞാൻ അങ്ങനെ ഇങ്ങനെ ഒന്നും കട്ടൻ കാപ്പി കുടിക്കാത്ത ആളാണ്, പക്ഷെ ഇത് സെറ്റാണ്. പൊടി പൊക്കിയാലോ? പൊടിയാ വേണ്ട, എനിക്ക് കാപ്പിക്കുരു നോക്കണം. ശരി, കാപ്പൊടി. അപ്പോൾ അടിപൊളി കാപ്പിയൊക്കെ കുടിച്ചിട്ട് കുറച്ച് നേരം ഒന്ന് കിടന്ന് ഞങ്ങളിതേ ഇപ്പം അടുത്ത കസിൻ്റെ വീട്ടിലോട്ട് പോവാ കേട്ടോ. അപ്പം ഇവിടെയൊക്കെ പെട്രോൾ പമ്പിലേക്ക് പോവാണോ? പെട്രോൾ ഉണ്ടോന്ന് അറിയത്തില്ലല്ലോ, ഡീസലാ. അപ്പൊ ഞങ്ങളിങ്ങനെ പോവാം കേട്ടോ. സുൽത്താൻ ബത്തേരി എത്തി. സുൽത്താൻ ബത്തേരി ഒക്കെ കഴിഞ്ഞ് ഒത്തിരി ഫ്രണ്ടിലോട്ട് പോകാനുണ്ട് കേട്ടോ. അപ്പോൾ ഒരു നമ്മുടെ ജംഗിൾ സഫാരി എന്ന് പറയുന്നത്, ഒരു ചെറിയ ജംഗിൾ സഫാരിക്ക് വേണ്ടി നമ്മൾ ഇറങ്ങിയതാണ് കേട്ടോ. ചെറിയൊരു ഫോറസ്റ്റിന്റെ ഉള്ളിൽ കൂടെയാണ് യാത്ര എന്നൊക്കെയാണ് പറഞ്ഞിട്ടുള്ളത്. നമുക്കറിയത്തില്ല, ആദ്യമായിട്ട് പോകുന്നതാണ്. നിങ്ങൾ ഇതിനോട് പോയിട്ടുണ്ടോ അവിടെ? അവരുടെ വീട്ടിലാണ്. അപ്പോൾ ചൈന ആദ്യമായിട്ടാണ്, ഞാനും ആദ്യമായിട്ടാണ്. കല്ലൂസാണ്ട് നല്ല ഉറക്കമാണ്. അപ്പം നല്ല ക്ഷീണമുണ്ട് കേട്ടോ. അതുകൊണ്ട് തന്നെ ഒരു ഉഷാറിങ് വരുന്നില്ല, നല്ല ക്ഷീണമുണ്ട്. സുൽത്താൻ ബത്തേരിയിൽ ഈ ഒരു പമ്പ് മാത്രമേ ഉള്ളൂ? അറിയത്തില്ല. ഇങ്ങോട്ട് നോക്കി, ഫുള്ള് വണ്ടികളാ, ഫുൾ ബ്ലോക്കാണ്. അപ്പൊ നമ്മൾ ബത്തേരി ടൗണിൽ കൂടെയാണ് കേട്ടോ പോയിക്കൊണ്ടിരിക്കുന്നത്. ഇവിടെയാണ് നമ്മുടെ ടിപ്പു സുൽത്താന്റെ കോട്ടയാണോ അവിടെ? സുൽത്താൻ ബത്തേരിയിൽ എന്തോ ഉണ്ട് എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞു കേട്ട അറിവുണ്ട് അല്ലേ. നല്ലൊരു പള്ളി. ഓക്കെ, ഭയങ്കര ഡൗൺ ആല്ലേ. കുറെ നേരമായിട്ടാണ് തുടങ്ങിയിട്ട്. ഞാൻ പകുതി ആയപ്പോഴും എടുക്കാൻ തുടങ്ങിയത്. ഭയങ്കര ഡൗണാ.
പിന്നെ ഒരു കാര്യമുള്ളത്, ഈ ടൗൺ ആണ് ഏറ്റവും ക്ലീൻ ആയിട്ടുള്ളൊരു ടൗൺ അല്ലേ? ഏറ്റവും ക്ലീൻ സിറ്റി എന്നാണ് കേട്ടോ നമ്മുടെ സുൽത്താൻ ബത്തേരി. സുൽത്താൻ ബത്തേരിയിൽ തുടങ്ങിയത് അല്ലേ? അടിപൊളി, പറയാതിരിക്കാൻ പറ്റില്ല. രാവിലെ നമ്മളെ കണ്ടതുപോലെ തന്നെ ദീപട്ടയൊക്കെ നല്ല ഇത്രയും രാത്രി ആയിട്ട് വരത് കണ്ടോ? ഞാൻ കാണിച്ചു തരാം. അത് കണ്ടോ, ഒരു സ്ഥലത്ത് എന്തെങ്കിലും കിടപ്പുണ്ടോ എന്ന് നോക്കിക്കേ. എന്നാ നമ്മുടെ അങ്ങോട്ടൊക്കെ ഒന്ന് പോയി നോക്കി എന്തായിരിക്കും അവസ്ഥ? കോട്ടയത്തിന്റെ ഒക്കെ അവസ്ഥ ഭയങ്കര പരിതാപകരാ. ഇത് ഇത്രയും ഇതായിട്ട് കൊണ്ടുനടക്കണമെങ്കിൽ ഈ നാട്ടുകാര് തന്നെയാ അല്ലേ? എല്ലാരും കൂടെ ഉള്ള ആ ഒരു സെറ്റപ്പ് അത് എന്തായാലും അടിപൊളിയാ. ഇവർക്കൊരു ബിഗ് ക്ലാപ്പ്, ഇത്രയും സെറ്റായിട്ട് ഇത് കൊണ്ടു നടക്കുന്നതിലും. ഇത് മെയിൻറ്റെയിൻ ചെയ്ത് പോകുന്നതില് ഭയങ്കര ഒരു ഇത് തന്നെയത്. മെയിൻറ്റെയിൻ ചെയ്ത് പോണെങ്കിൽ സെറ്റാ, അടിപൊളിയാ. മൈസൂർ റൂട്ട് നമ്മുടെ കൂടെ ചേട്ടന്മാരൊക്കെ ഉണ്ട് കേട്ടോ. അവര് വേറെ വണ്ടിയിലുണ്ട്. അവര് നമ്മളിപ്പോ പെട്രോൾ പമ്പിൽ കയറി കാരണം അവരെ മിസ്സായിപ്പോയി. എന്ത് വലിയ ടൗണാ ഇത്, ഭയങ്കര ടൗണാ അത്. ക്ലീൻ ആയി കിടക്കണെങ്കിലേ അതും എല്ലാ കടകളും ഉണ്ട് അല്ലേ? ഇതുപോലത്തെ ചെറിയ തട്ടുകടയുടെ ഒക്കെ അവിടെയൊക്കെ ആവുമ്പോ എന്തെങ്കിലുമൊക്കെ കിടക്കേണ്ടതല്ലേ? ഒന്നുമില്ല. വലിച്ചേരുണ്ട്, തൊത്തൂല. വേസ്റ്റ് ബോക്സ് പോലും ഞാൻ ഇവിടെയൊക്കെ കാണുന്നില്ലല്ലോ അല്ലേ? ഇത്രയും പോകുന്നിടത്ത് ഞാൻ കണ്ടില്ല കേട്ടോ. ഉണ്ടാവുമായിരിക്കും, അതറിയത്തില്ല. പക്ഷെ ഞാൻ ഇവിടെയൊന്നും കണ്ടില്ല. അപ്പൊ ഇവരൊക്കെ ഈ വേസ്റ്റ് എവിടെയും കൊണ്ടിടുന്നേ പോലും. എന്തായാലും അടിപൊളിയാ, സെറ്റാ. എന്തൊക്കെയോ കാണാം കേട്ടോ. പക്ഷെ കുറുക്കം പോലെ തോന്നുന്നല്ലേ ഇങ്ങനെ നോക്കിയിട്ട് ഫോണിൽ കൂടെ. രണ്ട് സൈഡും കാപ്പി, രണ്ട് സൈഡും കുന്നും മല. അതാണ് ശ്രദ്ധിച്ചോടിക്കണം. പിന്നെയാണ് ഈ പട്ടികൾ വന്നപ്പോൾ എന്തിന് വെറുതെ രസമല്ല. പിള്ളേർ രണ്ടുപേരും ഓടി വരും. ഒന്നും തട്ടൂല, നേരെ വിട്ടു നമ്മൾ കേട്ടി. അങ്ങനെ ഞാൻ ചേട്ടന്മാരോട് പറഞ്ഞ് എനിക്ക് ആനേനെ കാണണമെന്ന് പറഞ്ഞ ആഗ്രഹം കൊണ്ട് ചേട്ടന്മാരാണ്ട് വണ്ടി എടുത്ത് എന്നെ കൊണ്ട് നേരെ കാട്ടിലോട്ട് പോയിട്ടോ. ഞങ്ങൾ പോകുന്ന വഴിക്കെല്ലാം ടോർച്ചൊക്കെ അടിച്ച് സൈഡിലൊക്കെ നിൽപ്പുണ്ടോയെന്ന് നോക്കിയിട്ടോ. കാരണം എവിടെയാണ് ആൾ നിൽക്കുന്നതെന്ന് പറയാൻ പറ്റത്തില്ലല്ലോ. അങ്ങനെ ഞങ്ങൾ പോയി കുറേ ഉൾക്കാടിലേക്കൊക്കെ കയറിപ്പോയി കേട്ടോ. കുറേ പോയെന്ന് വെച്ചാൽ ഇവർക്കൊക്കെ ഇവിടെ നല്ല പരിചയമായതുകൊണ്ട് വലിയ പേടിയൊന്നും തോന്നിയില്ല കേട്ടോ. പോയ വഴിക്ക് ഞങ്ങൾ കുറേ മാനുകളെയൊക്കെ കണ്ടു കേട്ടോ. അത് പിന്നെ സർവ്വസാധാരണമാണല്ലോ. മിക്ക കാടുകളുടെ സൈഡിൽ കൂടെ എന്തായാലും മാനുകളെ കാണാതിരിക്കില്ല അല്ലേ? അങ്ങനെ ഞങ്ങൾ മാനുകളെയൊക്കെ കണ്ടു. ഞങ്ങളെ പേടിച്ചാന്ന് തോന്നുന്നു അതുങ്ങൾ ഓടി ഒളിക്കുന്നുണ്ടായിരുന്നു. ഇനി എങ്ങാനും വല്ലോ പിടിക്കാൻ വന്നതാണോ എന്ന് പേടിച്ചിട്ടായിരിക്കും. ഏതായാലും ഞങ്ങൾ കൊണ്ടുപോയ ടോർച്ച് അടിപൊളിയായിരുന്നു. അങ്ങനെ ഞങ്ങൾ പോയിക്കൊണ്ടിരുന്നപ്പോഴാട്ടോ ഒരു വമ്പം സാധനം ഞങ്ങളുടെ വണ്ടിയുടെ ക്രോസ് ചെയ്തങ്ങ് പോയത്. ഇതെന്ത് സാധനമാണെന്ന് നിങ്ങൾ കണ്ടിട്ട് മനസ്സിലായോ? കാട്ടുപോത്താട്ടോ. അടിപൊളി ഒരു ഉഗ്രൻ സാധനം തന്നെയായിരുന്നു. അങ്ങനെ ഞങ്ങൾ ഞങ്ങൾ മുത്തങ്ങ ഫോറസ്റ്റ് വരെ എത്തി കേട്ടോ. അപ്പോൾ അവിടെയുള്ളൊരു കാഴ്ചയാണ് കേട്ടോ ഇത്. പക്ഷേ എങ്കിലും ഞങ്ങൾ പോയ സാധനത്തിന് ഞങ്ങൾക്ക് കാണാനൊത്തില്ല. അങ്ങനെ ഒരുപാട് ആഗ്രഹിച്ച് പോയതുകൊണ്ടാണ് മാത്രമാണ് കാണാതിരുന്നത്. കാരണം അല്ലെങ്കിൽ സ്ഥിരം ഈ വഴി എല്ലാ ആനകളും ഉള്ളതായിരുന്നു. എന്തായാലും എനിക്ക് ഭാഗ്യമില്ല തന്നെ പറയാനോ. എന്തായാലും നിങ്ങളെ എനിക്ക് ആനേനെ കാണിക്കണം എന്നുള്ളത് മസ്റ്റായിരുന്നു. ദേ കിടക്കുന്നത് 2 ദിവസം കഴിഞ്ഞപ്പോൾ അവിടുന്ന് ചേട്ടന്മാരെനിക്ക് അയച്ചു തന്നൊരു വീഡിയോ ആണ് കേട്ടോ ഇത്. അവർ പോയ വഴി ഫുൾ ആന. അപ്പോൾ പിന്നെ എൻ്റെ ഭാഗ്യത്തെ തന്നെ പറഞ്ഞാൽ മതിയല്ലോ. എനിക്കൊട്ടും ഭാഗ്യം ഉണ്ടായില്ല. അതുകൊണ്ടാണല്ലോ അന്ന് രാത്രി അതുപോലെ ഞങ്ങൾ നടന്നിട്ട് ഞങ്ങൾക്ക് ആനേനെ കാണാതിരുന്നത്. ഒത്തിരി ആനക്കൂട്ടങ്ങൾ മൊത്തം ഇങ്ങനെ വഴിയുടെ സൈഡിൽ വന്ന് നിന്ന് അവർ മണ്ണ് വാരി മേത്തിടുകയും അങ്ങനത്തെ കുറച്ച് പരിപാടികളൊക്കെ ആയിട്ട് നിൽക്കുവാണ് കേട്ടോ. അപ്പോൾ ഏതായാലും അത് ഈ വീഡിയോയിലൂടെ എങ്കിലും കാണാൻ പറ്റിയ ഭാഗ്യം എനിക്കുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ടാറ്റാ ബൈ ബൈ, സീ യു.